+1 സയൻസ് വിദ്യാർത്ഥികളെ ബോട്ടണി ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന അധ്യായമാണ്. ആ ചാപ്റ്ററാണ്. അതിൽ നിങ്ങൾ ഡൈക്കോട്ട് റൂട്ട് വരെ പഠിച്ചു കഴിഞ്ഞു, ചർച്ച ചെയ്തു. ഇനി ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന ഡൈക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് സ്റ്റെം, ഡൈക്കോട്ട് ലീഫ്, മോണോക്കോട്ട് ലീഫ്, സെക്കൻഡറി ഗ്രോത്ത് തുടങ്ങിയ ഭാഗങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മുമ്പ് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ പ്രവർത്തനങ്ങൾ നൽകിയിരുന്നു. അതൊക്കെ തന്നെ നിങ്ങളുടെ അധ്യാപകരുമായി നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ടുഡേ വി ഹാവ് ടു ഡിസ്കസ് ദ സ്ട്രക്ചർ ഓഫ് എ ഡൈക്കോട്ട് സ്റ്റെം. നിങ്ങൾക്കറിയാം, ആൻജിയോസ്പേംസ് പ്രധാനമായിട്ടും രണ്ട് വിഭാഗങ്ങളാണ്, ഡൈക്കോട്ട്സ് ആൻഡ് മോണോക്കോട്ട്സ്. അതിൽ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് നമുക്ക് ഇന്ന് ആദ്യമായി പഠിക്കുവാൻ. ലക്ഷക്കണക്കിന് ഡൈക്കോട്ട് പ്ലാന്റ്സ് ഉണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ഡൈക്കോട്ട് പ്ലാന്റ്സ് ഉണ്ട്. അതിൽ ഇത് നിങ്ങൾക്ക് അടുത്ത വർഷം പ്രാക്ടിക്കലും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അല്പം പ്രധാനപ്പെട്ടതാണ്, പക്ഷെ വളരെ എളുപ്പമാണ്. ഇത് ഒരു ഡൈക്കോട്ട് സ്റ്റെമ്മാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചെറുതും വലുതുമായിട്ടുള്ള ലക്ഷക്കണക്കിന് പ്ലാന്റ്സ് ഉണ്ട് ഡൈക്കോട്ട്സ്. അപ്പോൾ ഈ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ, അതായത് ഇതിനെ ഇങ്ങനെ നമ്മൾ സെക്ഷൻ എടുക്കുന്നു. ഈ സെക്ഷൻ എടുത്ത് എന്ത് ചെയ്യുന്നു, അതിലേറ്റവും നല്ല സെക്ഷൻ നോക്കി സ്റ്റെയിൻ ചെയ്ത് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിച്ചാൽ നമുക്ക് എന്തൊക്കെ കാണാം? ശ്രദ്ധിക്കുക. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് എപ്പിഡെർമിസ്. ഏറ്റവും വെളിയിൽ കാണപ്പെടുന്ന ലെയർ ഉപരിവൃതിയാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് ഇൻ ഫംഗ്ഷൻ. എപ്പിഡെർമിസിൻ്റെ ഫംഗ്ഷനാണ് പ്രൊട്ടക്ഷൻ. ഇനി ഈ എപ്പിഡെർമിസ് അല്ലെങ്കിൽ ഉപരിവൃതിയുടെ പുറത്ത് വി ക്യാൻ സീ എ തിൻ ലെയർ ഓഫ് ക്യൂട്ടിക്കിൾ ആൻഡ് ഇറ്റ് മേ ബെയർ ട്രൈക്കോംസ് ആൻഡ് എ ഫ്യൂ സ്റ്റൊമേറ്റ. So the outermost layer is epidermis, and above the epidermis we can see a thin layer of cuticle with trichomes and a few stomata. Then the layer of cells between epidermis and pericycle constitute the cortex. എപ്പിഡെർമിസിനും പെരിസൈക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന ലെയർ ഓഫ് സെൽസിനെ പറയുന്ന പേരാണ് കോർട്ടെക്സ്. ഇനി ഈ കോർട്ടെക്സ് കൺസിസ്റ്റ് ഓഫ് 3 സബ്സോൺസ്. ഈ കോർട്ടെക്സിൽ പ്രധാനമായിട്ടും 3 സബ്സോൺസ് ഉണ്ട്. നോക്കുക, ജസ്റ്റ് ബിലോ ദി എപ്പിഡെർമിസ്, ഈ എപ്പിഡെർമിസിന് തൊട്ട് താഴെ, ജസ്റ്റ് ബിലോ ദി എപ്പിഡെർമിസ് വി ക്യാൻ സീ എ ഫ്യൂ ലെയേഴ്സ് ഓഫ് കോളൻകൈമാറ്റസ് സെൽസ്. എപ്പിഡെർമിസിന് തൊട്ട് താഴെ വി ക്യാൻ സീ എ ഫ്യൂ ലെയേഴ്സ് ഓഫ് കോളൻകൈമാറ്റസ് സെൽസ് that constitute the hypodermis. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോഡെർമിസ്. ഹൈപ്പോഡെർമിസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഗീവ്സ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. അപ്പോൾ ജസ്റ്റ് ബിലോ ദി എപ്പിഡെർമിസ് വി ക്യാൻ സീ എ ഫ്യൂ ലെയേഴ്സ് ഓഫ് കോളൻകൈമാറ്റസ് സെൽസ് ആൻഡ് ദീസ് സെൽസ് ആർ നോൺ ആസ്, ദീസ് ലെയേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് hypodermis which gives mechanical strength. Then below the hypodermis we can see rounded thin-walled parenchymatous cells with conspicuous intercellular spaces. ഹൈപ്പോഡെർമിസിന് തൊട്ട് താഴെ റൗണ്ട് ആകൃതിയിലുള്ള തിൻ-വാൾഡ് പാരൻകൈമ സെൽസ് കാണുന്നു. ആ തിൻ-വാൾഡ് പാരൻകൈമ സെൽസിനിടയിൽ ഇന്റർസെല്ലുലാർ സ്പേസസും ഉണ്ടാകും. ഇനി വാട്ട് അബൌട്ട് ദി ഇന്നർമോസ്റ്റ് ലെയർ? ദ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സ് ഈസ് എൻഡോഡെർമിസ്. കോർട്ടെക്സ് എവിടെ അവസാനിക്കുന്നു? എൻഡോഡെർമിസിൽ അവസാനിക്കുന്നു. ആൻഡ് ദി സെൽസ് ഓഫ് എൻഡോഡെർമിസ് ആർ റിച്ച് ഇൻ സ്റ്റാർച്ച് ഗ്രെയിൻസ്. എൻഡോഡെർമിസിലെ കോശങ്ങളിൽ ധാരാളം സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ലെയറിനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർച്ച് ഷീത്ത് എന്നും പറയാം. സോ ദ കോർട്ടെക്സ് എൻഡ് ഇൻ endodermis.
And the cells of endodermis contains many starch grains. So it can be called as starch sheath. Then, endodermis തൊട്ട് താഴെ we can see the pericycle. So, pericycle is present on the inner side of the endodermis and above the phloem in the form of a semilunar patches of sclerenchyma. അപ്പോൾ ഒന്നുകൂടെ പറയാം, എൻഡോഡെർമിസ് തൊട്ട് താഴെ pericycle is present on the inner side of the endodermis and above the phloem in the form of semilunar patches of sclerenchyma. And in between vascular bundles, there are a few layers of radially placed parenchymatous cells can be seen. Radially placed parenchymatous cells, these cells are called medullary rays. ഈ സെൽസിനെ പറയുന്ന പേരാണ് മെഡുലറി റേസ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അബൌട്ട് ദ വാസ്കുലാർ ബണ്ടിൽസ്. വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? വാസ്കുലാർ ബണ്ടിൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം മെയിൻലി. സംവഹന കലകൾ. വാസ്കുലാർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ്. ശ്രദ്ധിക്കണം, ഡൈക്കോട്ട് സ്റ്റെമ്മിൽ വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് റിംഗ് രൂപത്തിലാണ്. വാസ്കുലാർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റിംഗ്. ഇനി നോക്കൂ, വാസ്കുലാർ ബണ്ടിൽ മറ്റു പ്രത്യേകത എന്താ നോക്കൂ. ഇറ്റ്സ് എ ഫീച്ചർ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം. എന്തോന്ന്? വാസ്കുലാർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റിംഗ്. Then what about vascular bundles? Vascular bundle is conjoined, open and endark. എന്താണ് കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിൽ? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്താണെന്ന് പഠിച്ചു. സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിൽ കേംബിയം ഉണ്ടെങ്കിൽ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ, സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിൽ കേംബിയം ഇല്ലെങ്കിൽ ക്ലോസ്ഡ് ബണ്ടിൽ. അപ്പോൾ വാസ്കുലാർ ബണ്ടിൽ എന്താണ്? കൺജോയിൻ്റ് ആണ്, ഓപ്പൺ ആൻഡ് എൻഡാർക്ക്. എൻഡാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്റ്റെമ്മിൻ്റെ ഒരു സവിശേഷതയാണ്. റൂട്ടിലാണെങ്കിൽ എക്സാർക്ക് കണ്ടീഷനാണ്, സ്റ്റെമ്മിലാണെങ്കിൽ എൻഡാർക്ക് കണ്ടീഷനാണ്. അവിടെ എന്താ? പ്രോട്ടോസൈലം ഈസ് ടുവേഴ്സ് ദ സെൻറ്റർ ആൻഡ് മെറ്റാസൈലം ടുവേഴ്സ് ദ പെരിഫറി. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, ഒന്ന് ഓർത്ത് നോക്കുക. ദെൻ ദ സെൻട്രൽ പോർഷൻ ഈസ് ദ പിത്ത്. അതായത് ആ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഇന്നർമോസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിത്താണ്. പിത്ത്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് plenty of rounded parenchyma cells. It is composed of plenty of rounded parenchyma cells with large intercellular spaces. With large intercellular spaces. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മിനെ കുറിച്ച് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. The outermost portion is epidermis with thin cuticle which bears trichomes and a few stomata. Just below the epidermis we can see the collenchymatous hypodermis. Below the hypodermis we can see again parenchymatous cells. And the cortex ends in endodermis. Just below the endodermis we can see the pericycle. And inside the endodermis we can see the vascular bundles. Inside the pericycle we can see the vascular bundle. Vascular bundles are arranged in a ring. That's a feature of dicot stem. Vascular bundles are conjoined, open and limited in number in dicot stem. And the bundles are endark. That's an important feature of stem. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഡൈക്കോട്ട് സ്റ്റെമ്മിനെ കുറിച്ച് മിനിമം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. So next we have to discuss the structure of a monocot stem. Monocot stem എന്ന് പറഞ്ഞാൽ എന്താ? പുല്ല്. ഒരു പുല്ലെടുക്കുക, അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുക, മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കുക. അപ്പോൾ നമുക്ക് എന്തെല്ലാം സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. വളരെ ലളിതമാണ്. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് സ്റ്റെമ്മിലും കമ്പയർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, താരതമ്യം ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിയണം, പ്രധാനപ്പെട്ട സവിശേഷതകൾ അറിയണം. നോക്കൂ, ശ്രദ്ധിക്കൂ. ഇനി മോണോക്കോട്ട് സ്റ്റെം വി ക്യാൻ സീ ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഈസ് എപ്പിഡെർമിസ്. ഡൈക്കോട്ട് സ്റ്റെം പോലെ തന്നെയാണ്. അപ്പോൾ മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് എപ്പിഡെർമിസ് അല്ലെങ്കിൽ ഉപരിപതി. ബിലോ ദ എപ്പിഡെർമിസ് വി ക്യാൻ സീ എ സ്ക്ലിറൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ്. എപ്പിഡെർമിസിന് തൊട്ട് താഴെ, ഉപരിവൃതിക്ക് തൊട്ട് താഴെ സ്ക്ലീറൻകൈമ സെൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഹൈപ്പോഡെർമിസ് കാണാം.
Then what about the vascular bundles? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. Vascular bundles are many and scattered. പക്ഷേ ഡൈക്കോട്ട് സിമ്പിൾ എന്തായിരുന്നു? Vascular bundles are limited in number and they are arranged in a ring. അപ്പോൾ ഡൈക്കോട്ട് സിമ്പിളും മോണോക്കോട്ട് സിമ്പിളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇതാണ്. In a monochord stem we can see vascular bundles are many, plenty, a lot of vascular bundles can be seen. Numerous vascular bundles can be seen and they are scattered. അവ ചിതറിക്കിടക്കുകയാണ്. Then each bundle is surrounded by a sclerenchymatous bundle sheath. മോണോക്കോട്ട് സ്റ്റെമ്മിൽ ഓരോ വാസ്കുലാർ ബണ്ടിലിനെയും സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു സ്ക്ലീറൻകൈമാറ്റസ് തോന്നുന്നുണ്ട്, ബണ്ടിൽ ഷീത്ത് ഉണ്ട്, ആൻഡ് പാരൻകൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ. അപ്പോൾ സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് ഉണ്ട്, അതോടൊപ്പം തന്നെ പാരൻകൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? Then what about vascular bundles? Once again, vascular bundles are conjoined. അത് മോണോക്കോട്ട് ആയാലും ഡൈക്കോട്ട് ആയാലും വാസ്കുലാർ ബണ്ടിൽസ് കൺജോയിൻഡ് ആണ്. ഇൻ ഡൈക്കോട്ട് stem we can see the vascular bundles are open because cambium is present. cambium ഉള്ളതുകൊണ്ട് ഡൈക്കോട്ട് സ്റ്റെമ്മിലെ വാസ്കുലാർ ബണ്ടിൽസ് ഓപ്പൺ ആണ്. എന്നാൽ മോണോക്കോട്ട് സ്റ്റെമ്മിൽ സാധാരണയായിട്ട് വാസ്കുലാർ ബണ്ടിൽസ് ആർ ക്ലോസ്ഡ്. എന്താ? ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് cambium. സാധാരണഗതിയിൽ മോണോക്കോട്ട് സ്റ്റെമ്മിൽ വാസ്കുലാർ ബണ്ടിൽ cambium ഇല്ല. അതുകൊണ്ട് വാസ്കുലാർ ബണ്ടിൽസ് ആർ ക്ലോസ്ഡ്. ഇനി വേറൊരു പ്രത്യേകതയും കൊണ്ട് എന്താണെന്നറിയോ? ജനറലി ദ പെരിഫറൽ ബണ്ടിൽസ് ആർ സ്മോളർ ആൻഡ് ദ സെൻട്രലി ലൊക്കേറ്റഡ് വൺസ് ആർ ലാർജർ. അകത്ത് കാണപ്പെടുന്ന വാസ്കുലാർ ബണ്ടിൽസ് താരതമ്യേന വലുതായിരിക്കും പുറമേ ഉള്ളതിനേക്കാൾ. ജനറലി ദ ഔട്ടർ ബണ്ടിൽസ് ആർ സ്മോളർ and the centrally located vascular bundles are larger. And moreover we can see in the vascular bundles water containing cavities are present and phloem parenchyma is entirely absent. The phloem parenchyma എന്ന് പറഞ്ഞാൽ എന്തുവാ? സൈലത്തിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഏതൊക്കെയാ? സൈലം വെസൽസ്, സൈലം ട്രക്കീഡ്സ്, സൈലം ഫൈബേഴ്സ് ആൻഡ് സൈലം പാരൻകൈമ. അതുപോലെ ഫ്ലോയത്തിലും പ്രധാനമായിട്ടും 4 തരത്തിലുള്ള സെൽസ് ഉണ്ട്. നിങ്ങൾ പഠിച്ചതാണ്. സീപ് ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. അപ്പോൾ മോണോക്കോട്ട് സ്റ്റെമ്മിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് ആബ്സെൻ്റ് ആണ്? ഫ്ലോയം പാരൻകൈമ ഈസ് കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ്. അപ്പോൾ നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് സ്റ്റെമ്മും അതിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് മനസ്സിലാക്കി. ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെയും മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെയും ആന്തരിക ഘടനകൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ മനസ്സിലാക്കി. പ്രധാനമായിട്ടും വാസ്കുലാർ ബണ്ടിൽസിൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് വാട്ട് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് എ ഡൈക്കോട്ട് ലീഫ്. ഡൈക്കോട്ട് ലീഫിൻ്റെ വേറൊരു പേരാണ് ഡോർസി വെൻട്രൽ ലീഫ്. സോ ദിസ് ഈസ് എ ഡൈക്കോട്ട് ലീഫ്. ഇതൊരു ഡൈക്കോട്ട് ലീഫാണ്. ഡൈക്കോട്ട് ലീഫിൻ്റെ പ്രത്യേകത എന്താണ്? ഡൈക്കോട്ട് ലീവ്സിൽ വീനേഷൻ, അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് എന്ന് പറയുന്നത് എന്താണ്? റെറ്റിക്കുലേറ്റ് വീനേഷനാണ്. നെറ്റ്വർക്ക് പോലെയാണ് വീനേഷൻ. സിരകൾ ക്രമീകരിച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് പോലെയാണ്. ദാറ്റ് ഈസ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. നേരെ മറിച്ച് മോണോക്കോട്ട്സിലാണെങ്കിലോ ഇൻ മോണോക്കോട്ട് ലീവ്സ് വി ക്യാൻ സീ ദ വീനേഷൻ ഈസ് പാരലൽ. വീനേഷൻ എന്താണ്? പാരലൽ വീനേഷനാണ്. ദെൻ ഈ ലീഫിനെ ഒരു ഭിത്തിലോട്ട് വെച്ച് നമുക്ക് സെക്ഷൻ എടുക്കാം. വേർട്ടിക്കൽ സെക്ഷൻ എടുത്താൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കാണാൻ പറ്റും? വളരെ എളുപ്പമാണ്. അപ്പോൾ ദ വേർട്ടിക്കൽ സെക്ഷൻ ഓഫ് എ ഡൈക്കോട്ട് ലീഫ് ത്രൂ ദ ലാമിന ഹാസ് 3 മെയിൻ പാർട്സ്. പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. 1 എപ്പിഡെർമിസ്, 2 മീസോഫിൽ, 3 വാസ്കുലാർ സിസ്റ്റം. അപ്പോൾ ഡൈക്കോട്ട് ലീഫിൻ്റെ ഒരു വേർട്ടിക്കൽ സെക്ഷൻ എടുത്താൽ പ്രധാനമായിട്ടും അതിനകത്ത് 3 പാർട്സ് ഉണ്ട്. ഒന്നാമത്തെ പാർട്ട് എപ്പിഡെർമിസ്, രണ്ടാമത്തെ പാർട്ട് മീസോഫിൽ, മൂന്നാമത്തെ പാർട്ട് ഏതാണ്? വാസ്കുലാർ സിസ്റ്റം. ഇനി വാട്ട് അബൌട്ട് ദ നേച്ചർ ഓഫ് എപ്പിഡെർമിസ്? ദെർ ഈസ് എൻ അപ്പർ എപ്പിഡെർമിസ് ആൻഡ് എ ലോവർ എപ്പിഡെർമിസ്.
അപ്പർ എപ്പിഡെർമിസിൻ്റെ വേറൊരു പേരാണ് അഡാക്സിയൽ എപ്പിഡെർമിസ്. ലോവർ എപ്പിഡെർമിസിന് പറയുന്ന പേരാണ് അബാക്സിയൽ എപ്പിഡെർമിസ്. അപ്പോൾ അപ്പർ എപ്പിഡെർമിസും ലോവർ എപ്പിഡെർമിസും. ഇവിടെ നോക്കൂ, ഇത് അപ്പർ എപ്പിഡെർമിസ്, ഇത് ലോവർ എപ്പിഡെർമിസ്. അഡാക്സിയൽ ആൻഡ് അബാക്സിയൽ, ഈ രണ്ട് ഉപരിപ്രതി കോശങ്ങളുടെയും പുറത്ത് എന്താണ്, ക്യൂട്ടിക്കിൾ ഉണ്ടാകും, വിത്ത് എ കോൺസ്പിക്വസ് ക്യൂട്ടിക്കിൾ. അപ്പോൾ എപ്പിഡെർമിസ്, ദർ ഈസ് അപ്പർ ആൻഡ് എ ലോവർ എപ്പിഡെർമിസ്, അഡാക്സിയൽ ആൻഡ് അബാക്സിയൽ എപ്പിഡെർമിസ്. മറന്നുപോലെ. ദെൻ the lower epidermis bears more stomata than the upper epidermis. ലോവർ എപ്പിഡെർമിസിലാണ് കൂടുതൽ ആസ്യരന്ധ്രങ്ങൾ കാണുന്നത്, ഏതിനേക്കാൾ, അപ്പർ എപ്പിഡെർമിസിനേക്കാൾ. ആൻഡ് വി ക്യാൻ സീ ദ അപ്പർ എപ്പിഡെർമിസ് മേ ഈവൻ ലാക്ക് സ്റ്റൊമേറ്റ. പലപ്പോഴും ഈ മുകളിലത്തെ ഉപരിപ്രതിയിൽ സ്റ്റൊമേറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ കാണണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പർ എപ്പിഡെർമിസ് ഉണ്ട്, ലോവർ എപ്പിഡെർമിസ് ഉണ്ട്. ഈ അപ്പർ എപ്പിഡെർമിസിനും ലോവർ എപ്പിഡെർമിസിനും ഇടയിൽ കാണപ്പെടുന്ന ടിഷ്യൂവിനെ പറയുന്ന പേരാണ് മീസോഫിൽ. എന്താണ് മീസോഫിൽ? വൺസ് അഗൈൻ, ദ ടിഷ്യൂ ഇൻ ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ് ഈസ് കോൾഡ് മീസോഫിൽ. Then these cells are parenchymatous and contain chloroplasts. മീസോഫിൽ സെൽസ് പ്രധാനമായിട്ടും പാരൻകൈമാറ്റസ് സെൽസ് ആണ്. ആൻഡ് ദേ കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ്. ഇവയിൽ ഹരിതകണങ്ങൾ ഉണ്ടാകും. ഇനി ശ്രദ്ധിക്കൂ, മീസോഫിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്. അപ്പർ സൈഡിൽ കാണപ്പെടുന്ന മീസോഫിൽ സെൽസും ലോവർ സൈഡിൽ കാണപ്പെടുന്ന. അപ്പർ സൈഡിൽ കാണപ്പെടുന്ന മീസോഫിൽ സെൽസ് എങ്ങനെയാണ്? ഇലോങ്ങേറ്റഡ് സെൽസ് ആണ് ആൻഡ് അറേഞ്ച്ഡ് വേർട്ടിക്കലി. അപ്പോൾ ഇലോങ്ങേറ്റഡ് സെൽസ് അറേഞ്ച്ഡ് വേർട്ടിക്കലി. ആൻഡ് ബിലോണ്ട് ദ പെരിസൈൽ സെൽസ് വി ക്യാൻ സീ റൗണ്ടഡ് ഓർ ഓവൽ പാരൻകൈമാറ്റസ് സെൽസ് ക്യാൻ ബി സീൻ. അതിന് സ്പോഞ്ചി സെൽസ് എന്ന് പറയും. അപ്പോൾ മീസോഫിൽ സെൽസ് രണ്ട് തരത്തിലുണ്ട്, പാലിസായ്ഡ് സെൽസ് ആൻഡ് സ്പോഞ്ചി സെൽസ്. പാലിസായ്ഡ് സെൽസ് എങ്ങനെയുള്ളതാണ്? ഇലോങ്ങേറ്റഡ് ആണ്, വേർട്ടിക്കലി അറേഞ്ച്ഡ് ആണ്. അത് താഴെയായി കാണപ്പെടുന്ന സെൽസ് റൗണ്ടഡ് സെൽസ് ആണ്, അല്ലെങ്കിൽ ഓവൽ സെൽസ് ആണ്. അതിന് പറയുന്ന പേരാണ് സ്പോഞ്ചി സെൽസ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് സ്പോഞ്ചി സെൽസ് ആൻഡ് ലൂസ്ലി അറേഞ്ച്ഡ് സെൽസ്. അവ എങ്ങനെയാണ്? ലൂസ്ലി അറേഞ്ച്ഡ് സെൽസ് ആണ്. അവയ്ക്കിടയിൽ ഇന്റർ സെല്ലുലാർ സ്പേസസ് ഉണ്ടാകും. ദെൻ എയർ ക്യാവിറ്റീസ് ഉണ്ടാകും. അപ്പോൾ ശ്രദ്ധിക്കൂ, ഒന്നുകൂടെ പറയാം. അപ്പർ എപ്പിഡെർമിസ്, ലോവർ എപ്പിഡെർമിസ്. ഈ അപ്പർ എപ്പിഡെർമിസിനും ലോവർ എപ്പിഡെർമിസിനും ഇടയിൽ കാണപ്പെടുന്ന സെൽസുകളെയാണ്, കോശ സമൂഹത്തെയാണ് മീസോഫിൽ എന്ന് പറയുന്നത്. മീസോഫിൽ പ്രധാനമായിട്ടും രണ്ട് വിഭാഗം, പാലിസായ്ഡ് സെൽസ് ആൻഡ് സ്പോഞ്ചി സെൽസ്. പാലിസായ്ഡ് സെൽസ് എന്ന് പറഞ്ഞാൽ ഇലോങ്ങേറ്റഡ് പാരൻകൈമ സെൽസ് ആണ്, വേർട്ടിക്കലി അറേഞ്ച്ഡ് പാരൻകൈമ സെൽസ് ആണ്. സ്പോഞ്ചി സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൗണ്ടഡ് അല്ലെങ്കിൽ ഓവൽ ഷേപ്ഡ് സെൽസ് ആണ്, വിത്ത് ഇന്റർസെല്ലുലാർ സ്പേസസ്. Then the vascular system includes vascular bundles. Vascular system എന്ന് പറഞ്ഞാൽ എന്താണ്? That includes vascular bundles. ഈ വാസ്കുലാർ ബണ്ടിൽസ് ലീവ്സിൽ കാണപ്പെടുന്ന എവിടെയാണെന്ന് അറിയാമോ? ഇലകൾ കാണപ്പെടുന്ന എവിടെയാണെന്ന് അറിയാമോ? This can be seen in the veins and midrib. So vascular bundles can be seen in the veins and midrib. വെയിൻസിലും മിഡ്രിബിലുമാണ് പ്രധാനമായിട്ടും ആര് കാണപ്പെടുന്നത്? വാസ്കുലാർ ബണ്ടിൽസ് കാണപ്പെടും. Then the size of vascular bundles are depend on the size of the veins. അപ്പോൾ ഈ വാസ്കുലാർ ബണ്ടിലുകളുടെ സൈസ്, the size of bundles are dependent on the size of the veins. ഞാൻ നേരത്തെ പറഞ്ഞു, in dicot leaves we can see the venation is reticulate, or in dicot leaves reticulate venation can be seen and veins vary in thickness. So it's an important feature of dicot leaf. മോണോക്കോട്ട് ലീഫും ഡൈക്കോട്ട് ലീഫും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമാണ്, ഡൈക്കോട്ട് ലീഫിൽ റെറ്റിക്കുലേറ്റ് വീനേഷനാണ്, മോണോക്കോട്ട് ലീഫിൽ പാരലൽ വീനേഷനാണ്. ഡൈക്കോട്ട് പ്ലാന്റും മോണോക്കോട്ട് പ്ലാന്റും തമ്മിൽ തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട എളുപ്പമാർഗം കൂടിയാണ് ഈ വീനേഷൻ. വീനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ്. നിങ്ങൾ മോർഫോളജിയിൽ പഠിച്ചിട്ടുണ്ട്, അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ്.
So in dicots we can see reticulate venation, and in monocots we can see there is parallel venation. So in dicot leaves the venation is reticulate, whereas in monocot leaves the venation is parallel. So the vascular bundles in a dicot leaf are surrounded by a thick layer of bundle sheath cells, or we can say the vascular bundles are surrounded by a layer of thick walled bundle sheath cells. അപ്പോൾ ഡൈക്കോട്ട് ലീഫിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. ഡോർസി വെൻട്രൽ ലീഫ്, അപ്പർ എപ്പിഡെർമിസ്, ലോവർ എപ്പിഡെർമിസ്. അപ്പർ എപ്പിഡെർമിസിനും ലോവർ എപ്പിഡെർമിസിനും ഇടയിൽ കാണപ്പെടുന്ന സെൽസ് മീസോഫിൽ. മീസോഫിൽ പ്രധാനമായിട്ടും രണ്ട് വിഭാഗം, പാലിസാഡ് സെൽസ് ആൻഡ് സ്പോഞ്ചി സെൽസ്. പാലിസാഡ് സെൽസിൽ ഇലോങ്ങേറ്റഡ് വെർട്ടിക്കലി അറേഞ്ച്ഡ് സെൽസ്, സ്പോഞ്ചി സെൽസിൽ റൗണ്ടഡ് ഓർ ഓവൽ ഷേപ്ഡ് സെൽസ് വിത്ത് ലൂസ്ലി അറേഞ്ച്ഡ് സെൽസ് വിത്ത് കോൺസ്പിക്വസ് ഇന്റർസെല്ലുലാർ സ്പേസസ്. വാസ്കുലാർ ബണ്ടിൽസ് കാണപ്പെടുന്നത് മിഡ്രിബിലാണ് അല്ലെങ്കിൽ വെയിൻസിലാണ്. വാസ്കുലാർ ബണ്ടിൽ സറൗണ്ട് ചെയ്തുകൊണ്ട് ബണ്ടിൽ ഷീത്ത് സെൽസ് ഉണ്ട്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ എന്താണ് ആ ഡൈക്കോട്ട് ലീഫിനെ കുറിച്ച് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി മനസ്സിലാക്കാനുള്ളത് ഐസോ ബൈലാറ്ററൽ ലീഫ് അല്ലെങ്കിൽ മോണോകോട്ട് ലീഫ്. ഐസോ ബൈലാറ്ററൽ ലീഫ് അല്ലെങ്കിൽ മോണോകോട്ട് ലീഫ്. So the anatomy of monocot leaf is similar to that of dicot leaf in many ways. അതായത് മോണോകോട്ട് ലീഫിൻ്റെയും ഡൈക്കോട്ട് ലീഫിൻ്റെയും സ്ട്രക്ചർ പല കാര്യങ്ങളിലും സിമിലാരിറ്റി ഉണ്ട്, സാദൃശ്യമുണ്ട്. പക്ഷേ അവിടെ ഒരുപാട് വ്യത്യാസങ്ങളുമുണ്ട്. അപ്പോൾ നോക്കുക, എന്തൊക്കെയാണ് നോക്കാം. വാട്ട് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് മോണോകോട്ട് ലീഫ്? മോണോകോട്ട് ലീഫിലാണെങ്കിൽ അപ്പർ എപ്പിഡെർമിസിലും ലോവർ എപ്പിഡെർമിസിലും സ്റ്റൊമേറ്റ ഉണ്ടാകും. സ്റ്റൊമേറ്റ ആർ പ്രസന്റ് ഓൺ ബോത്ത് എപ്പിഡെർമിസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡൈക്കോട്ട് ലീഫിൻ്റെ ലോവർ എപ്പിഡെർമിസിലാണ് സ്റ്റൊമേറ്റ കൂടുതലായി കാണപ്പെടുന്നത്. അപ്പർ എപ്പിഡെർമിസിൽ ഇപ്പോൾ സ്റ്റൊമേറ്റ കാണത്തേയില്ല. സോ ദ സ്റ്റൊമേറ്റൽ ഫ്രീക്വൻസി ഇൻഡെക്സ്, വാക്ക് കേട്ട് പേടിക്കണ്ട, നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും. അപ്പോൾ മോണോകോട്ട് ലീഫിൽ അപ്പർ എപ്പിഡെർമിസിലും ലോവർ എപ്പിഡെർമിസിലും സ്റ്റൊമേറ്റയുണ്ട്. ഡൈക്കോട്ട് ലീഫിൽ the mesophyll tissue is differentiated into palisade cells and spongy cells, whereas in monocot leaves we can see the mesophyll is not differentiated into spongy and palisade cells. Once again, mesophyll is not differentiated into palisade and spongy parenchyma in monocot leaf. But in dicot leaf, there is the mesophyll cells, mesophyll tissue is divided into palisade cells and spongy cells. ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കുക. In grasses, പുല്ലുണ്ടല്ലോ, പുല്ല്, some of the upper epidermal cells along the veins modify into large, empty, colorless cells called bulliform cells. അതായത് പുൽവർഗത്തിൽപ്പെട്ട ചെടികളുടെ ഇലകളിൽ അപ്പർ എപ്പിഡെർമിസിൽ ചില സെൽസ് അലോങ് ദ വെയിൻസ് മോഡിഫൈ ഇൻ ടു ലാർജ് എംറ്റി കളർലെസ് സെൽസ് കോൾഡ് ബള്ളിഫോം സെൽസ്. അപ്പോൾ എന്താണ് ബള്ളിഫോം സെൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഓർത്തിരിക്കണം. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? വെൻ ദീസ് സെൽസ് അബ്സോർബ് വാട്ടർ, ഈ കോശങ്ങൾ വാട്ടർ ജലം ആഗിരണം ചെയ്യുമ്പോൾ ബിക്കം ടേർജിഡ്സ്. ടേർജിഡ് എന്ന് വെച്ചാൽ എന്താ? വീർക്കും. ആൻഡ് ദ ലീഫ് സർഫസ് ഈസ് എക്സ്പോസ്ഡ്. മനസ്സിലായല്ലോ? വെൻ ദീസ് സെൽസ് അബ്സോർബ് വാട്ടർ, ഈ കോശങ്ങൾ ജലം ആഗിരണം ചെയ്യുമ്പോൾ ദീസ് സെൽസ് ബിക്കം ടേർജിഡ്സ് ആൻഡ് ദ ലീഫ് സർഫസ് ഈസ് എക്സ്പോസ്ഡ്. അപ്പോൾ ആ കോശങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ലീവ്സിലെ കോശങ്ങൾ എന്ത് ചെയ്യുന്നു? എക്സ്പോസ്ഡ് ആകുന്നു, അല്ലെങ്കിൽ ലീഫ് സർഫസ് എക്സ്പോസ്ഡ് ആകുന്നു. കോശങ്ങളല്ല, സർഫസ് എക്സ്പോസ്ഡ് ആകുന്നു. നേരെ തിരിച്ചാണെങ്കിലോ, ഈ കോശങ്ങളിൽ നിന്ന് ജലം നഷ്ടപ്പെട്ടാൽ, ഏത് കോശങ്ങളിൽ നിന്ന്? വെൻ ദേ ലോസ് വാട്ടർ ബിക്കം ഫ്ലേസിഡ്, ചുളുങ്ങും. ആൻഡ് ദിസ് മേക്സ് ദ ലീഫ് കേൾ ഇൻവേർഡ്സ് ടു മിനിമൈസ് വാട്ടർ ലോസ്. അപ്പോൾ ഈ കോശങ്ങളിൽ നിന്ന് ജലം നഷ്ടപ്പെടുമ്പോൾ ആ കോശങ്ങൾ എന്തായി മാറുന്നു? ഫ്ലേസ്ഡ് ആകും. ഫ്ലേസ്ഡ് ആയി ചുളുങ്ങും.
ചുരുങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? ഇലകൾ ചുരുളും. ലീഫ് കേൾ. എന്തിനു വേണ്ടിയാ? കേൾ ഇൻവേർഡ്സ് അകത്തേക്ക്. എന്തിനു വേണ്ടിയാണ്? ടു മിനിമൈസ് വാട്ടർ ലോസ്. ടു മിനിമൈസ് വാട്ടർ ലോസ്. ഇപ്പോൾ ബള്ളിഫോം സെൽസ് അവ ജലം ആഗിരണം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ജലം നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആഗിരണം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ലീഫ് സർഫസ് എക്സ്പോസ് ചെയ്യുന്നു. അതിൽ നിന്ന് ജലം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ചുരുളുന്നു, അല്ലെങ്കിൽ കേൾ ഇൻവേർഡ്സ്. ഇതിനു വേണ്ടിയാണ് ടു മിനിമൈസ് വാട്ടർ ലോസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിനിമം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ മോണോക്കോട്ട് ലീവ്സിനെ കുറിച്ച് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ മോണോക്കോട്ട് ലീവ്സും ഡൈക്കോട്ട് ലീവ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങൾ കണ്ടെത്തി. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചെറിയ ചില പ്രവർത്തനങ്ങളാണ് തരുന്നത്. അത് നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യണം. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തും. 1. റൈറ്റ്സ് എനി 4 ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ഗ്രൂപ്പ്സ്. താഴെ പറയുന്ന ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട 3-4 വ്യത്യാസങ്ങൾ കുറിച്ചിടുക. 1. ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോക്കോട്ട് സ്റ്റെം. 2. ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോക്കോട്ട് ലീഫ്. മോണോക്കോട്ട് ലീഫ്. ഇതോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.